മുസ്ലിമിനും ദളിതനും ക്രൈസ്തവനും മാത്രമേ 29 രൂപ കൂടിയിട്ടുള്ളൂ. സംഘപരിവാറുകാരന് ഇപ്പോഴും 450 രൂപക്കാണ് സിലിണ്ടർ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് രാവിലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ വാർത്ത, ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ 29 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ? ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഗാർഹിക സിലിണ്ടറിന് 29 രൂപ. ഇതിങ്ങനെ കൂട്ടിയപ്പോൾ ഞാനിങ്ങനെ ഓടിയത്, സംഘപരിവാറുകാരനായാൽ മതിയായിരുന്നു. അവനിപ്പോഴും 450 കിട്ടുന്നത് സിലിണ്ടർ. അവനിപ്പോഴും പെട്രോള് 50 രൂപക്കാണ് കിട്ടുന്നത്. അവൻ്റെ അക്കൗണ്ടിലേക്കെല്ലാം നരേന്ദ്രമോദി 5 ലക്ഷം വീതം നൽകിയിട്ടുണ്ട്. മുസ്ലിം ആയതുകൊണ്ട് 450 സിലിണ്ടർ കിട്ടൂല. മുസ്ലിം ആയതുകൊണ്ട് സിലിണ്ടറിൻ്റെ വില വീണ്ടും 29 രൂപ വർദ്ധിച്ചിരിക്കുന്നു. നമുക്ക് പെട്രോൾ 50 രൂപക്ക് കിട്ടൂല. പെട്രോൾ ബങ്കിൽ പോയാൽ വാഹനത്തിൽ പെട്രോൾ അടിക്കണമെങ്കിൽ 116, 113, 117 ഓരോ ഇടങ്ങളിൽ കേരളത്തിൽ തന്നെ വിവിധ റേറ്റുകളാണല്ലോ. എന്താണെങ്കിലും അത്രയൊക്കെ നൽകണം. സംഘപരിവാറുകാരന് ഇപ്പോഴും പക്ഷേ 450 സിലിണ്ടർ കിട്ടുന്നുണ്ട്, 50 രൂപക്ക് പെട്രോളും കിട്ടുന്നുണ്ട്. ഇത് രാജ്യത്തെ സംഘപരിവാറുകാരനെ ബാധിക്കില്ല. ഇതൊക്കെ ബാധിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളെയാണ്, ദലിതനെയാണ്, സംഘപരിവാറുകാരനല്ലാത്തവരെയാണ് ഒക്കെയാണ് ബാധിക്കുന്നത് അല്ലേ? രാജ്യം വിലക്കയറ്റത്തിൻ്റെ അതിരൂക്ഷമായ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്, പീക്ക് ലെവൽ അല്ലേ? എന്നിട്ടും രാജ്യത്ത് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനൊക്കെ ഈ പറയുന്ന നാണയപ്പെരുപ്പം, ഇന്ധനങ്ങളുടെ വില വർധന, ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ഗ്യാസ്, എല്ലാത്തിനും ഇതിൻ്റെയൊക്കെ വില വർദ്ധിക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡുകളുടെ വില വർദ്ധിക്കുന്നു, ഭക്ഷണങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഇപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിലോ പലചരക്ക് കടകളിലോ പോയി കഴിഞ്ഞാൽ അവിടെയും സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും വിലയിൽ വലിയ വർധനവാണ്. രാജ്യത്ത് എല്ലാ സാധനങ്ങളും അതിൻ്റെ മാക്സിമം പ്രൈസിലെത്തി നിൽക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസങ്ങൾ മാറി മാറി, ആഴ്ചയിൽ ഒരു ദിവസം പെട്രോളിന് കൂടും, പിറ്റത്തെ ആഴ്ച ഡീസലിന് കൂടും, പിറ്റത്തെ ആഴ്ച വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂടും, അതിന് പിറ്റത്തെ ആഴ്ച ഗാർഹിക സിലിണ്ടറുകൾ കൂടും, അതിന് പിറ്റത്തെ ആഴ്ച CNGക്ക് കൂടും. വീണ്ടും അടുത്ത ആഴ്ചയിൽ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ? വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ ആഴ്ചകളിൽ കൂടിയത് 1000-ലേറെ രൂപ. പെട്രോളിനും ഡീസലിനും കൂടിയത് 10 രൂപയിലേറെ. CNGക്കും അതുപോലെ കൂടി. ഇപ്പോഴിതാ സൈക്കിളിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഗാർഹിക സിലിണ്ടറുകൾക്കും വില കൂടുക. അതങ്ങനെ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇതൊക്കെ കൂട്ടുന്നതാരാ? പെട്രോളിയം കമ്പനികൾ. അവർക്കാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം. അവരതൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സർക്കാർ ചെയ്യുന്നത് രാജ്യത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കുക, അവർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുക. BJP സർക്കാരുകൾ, സംഘപരിവാർ സർക്കാരുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഗ്രാമത്തിലേക്ക് റോഡ് വേണമെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആളുകളോട് പറയാണ്, നിങ്ങളുടെ ഗ്രാമത്തിൽ മുസ്ലിങ്ങളുണ്ട്, അതുകൊണ്ട് റോഡില്ല. നിങ്ങളുടെ ഗ്രാമം ഹൈന്ദവ ഗ്രാമമാക്കി മാറ്റൂ, അപ്പോൾ റോഡ് പണിയാം, പാലം പണിയാം. വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വിത്തുകൾ പാകുന്ന ആളുകളായിട്ട് രാജ്യത്തെ ഭരണാധികാരികൾ മാറുക. രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധകളാണ്. പശുവിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വലിയ ശുഷ്കാന്തിയാണ്. എന്നാൽ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളിലോ അതിനെക്കുറിച്ച് വാ തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ തയ്യാറാവുന്നില്ല. CBSE പരീക്ഷയിൽ ക്രമക്കേട്, വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്നു. അതിനെക്കുറിച്ച് രാജ്യത്തെ പ്രധാനമന്ത്രിയോ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയോ രാജ്യത്തെ ഗവൺമെൻറ്റോ വാ തുറക്കുന്നില്ല. എൻട്രൻസ് എക്സാമുകളിൽ ക്രമക്കേട്, അതിനെക്കുറിച്ച് മിണ്ടാൻ തയ്യാറാവുന്നില്ല. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ പറയുന്ന ഭാരം പേറാനാകാതെ വിദ്യാർത്ഥികൾ ഓരോരുത്തരായിട്ട് കളമൊഴിയുകയാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണ്.
രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല ഒരു ഭാഗത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നു. മിണ്ടാൻ ഭരണാധികാരികൾക്ക് സമയമില്ല, അതിനൊട്ട് താല്പര്യവുമില്ല. കാരണം അതേക്കുറിച്ച് മിണ്ടാൻ കംഫർട്ടബിൾ അല്ല. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മൻ കി ബാത്ത് നടത്തി ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നരേന്ദ്രമോദി മൻ കി ബാത്ത് നടത്തിയിട്ട് പറയുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറൈറ്റീസ് ഓഫ് മാംഗോ, വിവിധ ഇനം മാങ്ങകളെക്കുറിച്ച്, മാമ്പഴങ്ങളെക്കുറിച്ച്. പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുമോ? കാരണം അതാണല്ലോ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം മാങ്ങയാണല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് അതേ എപ്പിസോഡിൽ നരേന്ദ്രമോദി പറഞ്ഞത് ജൽമുരിയുടെ റെസിപ്പിയെക്കുറിച്ച്. അതും പറയാതിരിക്കാൻ പറ്റില്ല. അതാണല്ലോ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അടുത്തതായി പറഞ്ഞത് ഉത്തരേന്ത്യകളിൽ ചൂട് കൂടുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും വെള്ളം കൊണ്ടുവരണം, വെള്ളം കയ്യിൽ കരുതണം, കൂടെയുള്ളവൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന് വെള്ളം കൊടുക്കണം. ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അതാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ ആ ദിവസങ്ങളിൽ 18 വയസ്സുകാരൻ വേദാന്തിനെ പാകിസ്ഥാനി എന്ന് വിളിക്കുകയായിരുന്നു. താൻ എഴുതിയ പരീക്ഷ, ആ പരീക്ഷയിൽ തൻ്റെ ഉത്തരക്കടലാസിൽ തൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, മറ്റാരുടേതോ. എന്നിട്ട് ആ ഫിസിക്സ് പേപ്പറിൽ ആ വേദാന്ത് എന്ന് പറയുന്ന 18കാരൻ പരാജയപ്പെടുക. അതിനെക്കുറിച്ച് വേദാന്ത് ചോദിക്കുമ്പോൾ അവൻ പാകിസ്ഥാനിയാവുകയാണ്. നീറ്റ് പരീക്ഷ എഴുതിയിട്ട് അതിലെ ക്രമക്കേട് കാരണം നീറ്റ് പരീക്ഷ റദ്ദാക്കുക. അതിൻ്റെ ഭാരം പേറാനാകാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയാണ്. ആകാംക്ഷ ചതുർവേദി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ വീട്ടിൽ നിന്നൊരു കുറിപ്പ് കണ്ടെത്തുകയാണ്. ക്ഷമിക്കണം അച്ഛാ, ക്ഷമിക്കണം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ ഇനിയൊരു നീറ്റ് പരീക്ഷ കൂടി എഴുതാനുള്ള മാനസികമായ ബലം തനിക്കില്ല, അതുകൊണ്ട് താൻ കളമൊഴിയുന്നു എന്ന് ആ 18കാരി കുറിക്കുകയാണ്. അതേക്കുറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വാ തുറക്കേണ്ട, സംസാരിക്കേണ്ട, മിണ്ടേണ്ട. ഗുജറാത്തിലെ അദാനിയുടെ പോർട്ടിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന കോടിക്കണക്കിന്, 10,000 കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ച് രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് മിണ്ടേണ്ടതില്ല. അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് കംഫർട്ടബിൾ ആണ് ഏതാണെന്ന് തോന്നിയാൽ ആ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരം. മാങ്ങയെക്കുറിച്ച് പറയുമ്പോൾ നല്ല കംഫർട്ടബിളാണ്, ഒരുപാട് നേരം സംസാരിക്കാം. കാരണം അത്രയിനം മാങ്ങകൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം വേണമെങ്കിൽ ഒരു 24 മണിക്കൂറും മാങ്ങയെക്കുറിച്ച് സംസാരിക്കാം. കണ്ടന്റ് ഇഷ്ടം പോലെയുണ്ട്, കംഫർട്ടബിളാണ്, ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല, മറിച്ചൊരു ചോദ്യം അതിൽ ഉന്നയിക്കേണ്ട ആവശ്യവുമില്ല, അങ്ങനെ ഒരു സ്ഥിതിവിശേഷമില്ല. അതിനെക്കൊണ്ട് മാങ്ങയെക്കുറിച്ച് സംസാരിക്കുന്നു, ജൽമുരിയുടെ റെസിപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ കംഫർട്ടബിളാണ്. നരേന്ദ്രമോദി കംഫർട്ടബിളാണ്. ചോദ്യങ്ങൾ അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ രാജ്യത്തെ സംഘപരിവാറുകാരും രാജ്യത്തെ ഗോഡി മീഡിയയും ഉറങ്ങും. ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ പാകിസ്ഥാനിയാക്കാനും രാജ്യദ്രോഹിയാക്കാനും അവനെ ദേശവിരുദ്ധനാക്കാനും അവനെ ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാരാക്കാനും രാജ്യത്തെ ഗോഡി മീഡിയകളുണ്ട്, രാജ്യത്തെ സംഘപരിവാർ ഹാൻഡിലുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോഴൊക്കെ ഇപ്പുറത്ത് ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ വലിയ ആശ്വാസമുണ്ട് എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു. എന്നാൽ ഇന്നത് 29 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുമോ? ഇവിടെ അവസാനിക്കില്ല. വരും ദിവസങ്ങളിലും ഈ വർധനവ്, ഈ പ്രൈസ് ഹൈക്ക് തുടർന്നു കൊണ്ടേയിരിക്കും. അതൊരു സൈക്കിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച ഡീസലിൻ്റെ ആണെങ്കിൽ പിറ്റത്തെ ആഴ്ച പെട്രോളിൻ്റെ, അടുത്ത ആഴ്ച വാണിജ്യ സിലിണ്ടറിൻ്റെ, നെക്സ്റ്റ് ആഴ്ച CNGയുടെ, അതിന് പിറ്റത്തെ ആഴ്ച ഗാർഹിക സിലിണ്ടറിൻ്റെ. അങ്ങനെ ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ ഒരു സൈക്കിള് പോലെ തുടർന്നു കൊണ്ടിരിക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സിംഗ് ആയിട്ട് അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പല സൈക്കിളുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അതുപോലെ ഒരു സൈക്കിളാണ് ഈ ഇന്ധന വില എന്ന് പറയുന്നത്. പെട്രോൾ തുടങ്ങി, ഡീസൽ വന്നു, CNG,
വാണിജ്യ സിലിണ്ടർ, ഗാർഹിക സിലിണ്ടർ, വീണ്ടും പെട്രോൾ, വീണ്ടും ഡീസൽ, വീണ്ടും CNG, വീണ്ടും വാണിജ്യ സിലിണ്ടർ, വീണ്ടും ഗാർഹിക സിലിണ്ടർ. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രൂപയുടെ മൂല്യത്തകർച്ചയോ അത് അതിനേക്കാളേറെ 100-ലേക്ക് എത്താറാകുക. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് വെച്ചടി മുന്നോട്ടാണ്, പിന്നോട്ടില്ല. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് രൂപയുടെ മൂല്യം എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ട് എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം വർദ്ധിക്കുകയാണ് എന്നല്ല. രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 60-ലും 65-ലും ഉണ്ടായത് 65, 70, 75, 80, 85, 90, 95, 96, 97, 100-ലേക്ക് പോവുക. അപ്പോൾ അത് കാണുമ്പോൾ ഈ ചാണകം തിന്നുന്ന സംഘികൾ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, രൂപക്ക് വലിയ മാറ്റമുണ്ടായി, ഇപ്പോൾ $1 കൊടുത്താൽ 100 രൂപ കിട്ടും, വലിയ കാര്യമല്ലേ എന്നാണ് പറയുന്നത്. യെസ്, വലിയ കാര്യമാണ്. എന്താണെങ്കിലും നരേന്ദ്രമോദിയും ആ ഒരു ലൈനിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ വരുമ്പോൾ $1 കൊടുത്താൽ 65 രൂപയെ കിട്ടുകയുള്ളായിരുന്നു, ഇപ്പോൾ $1 കൊടുത്താൽ 100 രൂപ കിട്ടുന്നുണ്ട്. ഇതിൽ വലിയ നേട്ടം വേറെ എന്താണ് വേണ്ടത് എന്നാണ് നരേന്ദ്രമോദി രാജ്യത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്.